എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളക്കടല ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളക്കടല ഞാൻ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതിനുശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഇത്. കുക്കറിൽ ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് ഒരു വിസിൽ വന്ന ശേഷം ലോയിലിട്ടിട്ട് ഒരു 3 വിസിൽ കൂടി വന്നപ്പോഴേക്കും കടല നല്ലപോലെ വെന്തു വന്നു. ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പു, അത് പട്ടയുടെ 2 ചെറിയ കഷ്ണവും ഗ്രാമ്പു 2 എണ്ണവും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് നടുകീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മീഡിയം ലെവലിൽ വഴറ്റിയെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ തൈര് നമുക്ക് എടുക്കാം. പുളി നല്ലവണ്ണം ഉള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ തൈര് നിങ്ങൾ എടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ഇതൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തൈരും കൂടി പുളിക്ക് ചേർക്കുന്നുണ്ടല്ലോ, അത് കാരണം ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ചെറിയ പണിയും കൂടി ഉണ്ട്. നമ്മൾ ഈ വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനൊരു 2 ടീസ്പൂൺ എടുത്തിട്ട് 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല അരച്ചതും അതുപോലെ തന്നെ നമ്മൾ തൈരിൽ കലക്കി വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്നുകൂടി ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് എത്രത്തോളം വെള്ളം വേണമോ അതിനനുസരിച്ചുള്ള വെള്ളവും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നല്ല തിള വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.